അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധങ്ങളിൽ ഏറെ മുഴങ്ങി കേൾക്കുന്ന ഒരു പദമാണ് കോറിഡോർ അഥവാ ഇടനാഴി. അത് വ്യാപാര ഇടനാഴികളാകാം, സാമ്പത്തിക ഇടനാഴികളാകാം, ഭൗതികമായ റോഡ് നെറ്റ്വർക്കുമാകാം, നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഇടനാഴികളുമാകാം. രണ്ട് സ്ഥലങ്ങളെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് ഇടങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇടനാഴി. ഇൻഡോ യൂറോപ്യൻ ട്രേഡ് ആൻഡ് ഇക്കണോമിക് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ്. ഇത് 2023 ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു നയമാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ്. ഒരു വ്യാപാര ഇടനാഴിയാണ്. അത് നിർദോഷമായ ഒരു വ്യാപാര ഇടനാഴിയാണ്. സാധ്യതകൾ യൂറോപ്പ് ഇന്ത്യ തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള അനന്തമായ സാധ്യതകൾ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ഇടനാഴി. അതേക്കുറിച്ചല്ല ഇപ്പോൾ സംസാരിക്കുന്നത് റാഫ, നെറ്റ്സാലിം ആൻഡ് മൊറാഗ് ഇടനാഴികളെക്കുറിച്ചാണ്. അത് ഗാസയുടെ മണ്ണിലാണ്. 365 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ചെറിയ ഒരു ലാൻഡ് സ്ട്രിപ്പായ ഗാസയിൽ 22,000-23,000 പേരാണ്. ആ ജനതയെ ഏതാണ്ട് 3ആയി വിഭജിക്കുന്ന ഭൗതികമായ ഇടനാഴികളെക്കുറിച്ചാണ് ഈ വീഡിയോ. നമുക്കറിയാം, ഇസ്രയേലിൻ്റെ ഒരു വിശാലമായ പദ്ധതിയാണ് ഗസയുടെ നിയന്ത്രണമുള്ള ഹമാസിനെ പരമാവധി സമ്മർദ്ദപ്പെടുത്തി ഇസ്രായേലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഒന്ന്, ബന്ദിമോചനം. ഇപ്പോൾ ഏതാണ്ട് 25ഓളം ബന്ദികൾ ജീവനോടെ ഉണ്ടെന്നാണ് കരുതുന്നത്. ബാക്കിയുള്ളത് ഡെഡ് ബോഡീസ് ആയിരിക്കാം. ബാക്കി ബന്ദികളുടെ മോചനം പല ഘട്ടങ്ങളായി നടന്നു. ചിലർ മരണപ്പെട്ടു. എന്നാൽ അവശേഷിക്കുന്ന ബന്ദികളെ കൈമാറണമെങ്കിൽ പരമാവധി സമ്മർദ്ദം, ഇപ്പോൾ ഉപരോധം കൊണ്ട് സാധിക്കാത്തത്, അല്ലെങ്കിൽ ആക്രമണം കൊണ്ട് സാധിക്കാത്തത്, ഭയപ്പെടുത്തൽ കൊണ്ട് സാധിക്കാത്തത്, അത് ഭൗതികമായ ഫർദർ നിയന്ത്രണത്തിലൂടെ സാധിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ ടാറ്റിക്സ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അത് വ്യക്തമായി പറയുകയും ചെയ്തു. ഏറ്റവും തിക്കുള്ള റാഫ ബോർഡർ, അവിടെയാണ് ഫിലഡൽഫി കോറിഡോർ. ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്നും റാഫ അതിർത്തി പ്രദേശം, ഏറ്റവും തെക്കുള്ള പ്രദേശമാണ്. ഗസ എന്ന നീളമുള്ള ആ ഒരു സ്ട്രിപ്പിൻ്റെ ഏറ്റവും തെക്ക് ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന, അതായത് ഈജിപ്തിൻ്റെ ഭാഗമായ സൈനായി മരുഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന റാഫയുടെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു ഹൈവേ പോലെ കിടക്കുന്ന കോറിഡോർ, റോഡ് ശൃംഖലയാണ് ഈ പറയുന്ന ഫിലഡൽഫി കോറിഡോർ. ആ ഫിലഡൽഫി കോറിഡോർ കടക്കാതെ റാഫ അതിർത്തി കടന്ന് ഈ ഗസയ്ക്കുള്ളിലേക്കോ ഗാസയിൽ നിന്നും വെളിയിലേക്കോ ആളുകൾക്കും വസ്തുക്കൾക്കും ഉൽപ്പന്നങ്ങൾക്കും മരുന്നുകൾക്കും ഒന്നും തന്നെ പ്രവേശിക്കാനാവില്ല. അതുകൊണ്ട് ഗസയിൽ നിന്നുള്ള ഏക എക്സിറ്റ് റൂട്ട് ആൻഡ് എൻട്രി റൂട്ട് ഇൻ ടു അനദർ കൺട്രി, ഇസ്രായേലല്ല മറ്റൊരു രാജ്യത്തേക്കുള്ളത് റാഫ അതിർത്തിയാണ്. ആ ഭാഗം കോറിഡോറിനാൽ കട്ട് ഓഫ് ചെയ്തിരിക്കുന്നു, സീൽ ഓഫ് ചെയ്തിരിക്കുന്നു. അതായത് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഫിലഡൽഫി കോറിഡോർ കുറുകെ കടക്കാതെ ഈജിപ്തിൻ്റെ മണ്ണിലേക്ക് റാഫയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നോ, അതായത് ഗസയുടെ ഏതെങ്കിലും ഭാഗത്തു നിന്നോ സഞ്ചരിക്കാനാവില്ല, കടക്കാനാവില്ല. നേരത്തെ തന്നെ മറ്റൊരു കോറിഡോർ ഉണ്ട്. ഏറ്റവും വടക്ക് ഭാഗത്തുള്ള നോർത്തേൺ ഗസ, അതുപോലെ ഗസ സിറ്റി, ഈ പ്രദേശത്തെ തെക്ക് മധ്യപ്രദേശവുമായൊക്കെ വേർതിരിക്കുന്ന മറ്റൊരു കോറിഡോറുണ്ട്, നെറ്റ്സാലിം കോറിഡോർ. നെറ്റ്സാലിം കോറിഡോർ മുൻപേ ഉള്ളതാണ്, ആദ്യം തന്നെ ഉള്ളതാണ്. ആ കോറിഡോറിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിലാണ്. അതായത് ഇസ്രായേൽ ആ ഒരു ഗസയുടെ വടക്കൻ പ്രദേശത്തേക്ക് തെക്ക് നിന്ന് ആളുകൾ പ്രവേശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വടക്ക് നിന്ന് തെക്കോട്ട് വരണമെങ്കിൽ ആ കോറിഡോർ കുറുകെ കിടക്കണം. അത് അസാധ്യമാണ്. കാരണം ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണം ആ കോറിഡോറിന് മേലും ഉണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ മറ്റൊരു കോറിഡോർ ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 12-ാം തീയതി 2025 ഏപ്രിൽ 12-ാം തീയതി മറ്റൊരു കോറിഡോറിൻ്റെയും പൂർണ്ണമായ നിയന്ത്രണവും നിയന്ത്രണാവകാശവും ഇസ്രായേലിന് കൈവന്നിരിക്കുന്നു. ആ ഒരു കോറിഡോർ റാഫ കോറിഡോറിൻ്റെ, അതായത് ഫിലാഡൽഫി കോറിഡോറിൻ്റെ തൊട്ട് വടക്കാണ്. ഏറെ വടക്കല്ല, വടക്കാണ്. എന്നാൽ
റഫ എന്ന പ്രദേശത്തെ പൂർണ്ണമായി കട്ട് ഓഫ് ചെയ്യുന്ന, റെസ്റ്റ് ഓഫ് ഗസയുമായി കട്ട് ഓഫ് ചെയ്യുന്ന, റെസ്റ്റ് ഓഫ് ദ വേൾഡുമായി കട്ട് ഓഫ് ചെയ്യുന്ന ഒരു കൊറിഡോറാണ്. പേര് മൊറാഗ് കൊറിഡോർ. മൊറാഗ് എന്ന് പറയുന്നത് ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു ഇസ്രയേലി സെറ്റിൽമെൻറ്റിൻ്റെ പേരാണ്. മുൻകാലത്ത് ഗസയുടെ മണ്ണിൽ ഇപ്പോൾ പലസ്തീൻ്റെ മറ്റൊരു ഭാഗത്ത് വെസ്റ്റ് ബാങ്കിൽ ഉള്ളതുപോലെ ഇസ്രയേലി സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നു, കെബൂട്ട്സുകൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. അതിലൊരു സെറ്റിൽമെൻറ്റിൻ്റെ ഇസ്രയേലി പൗരന്മാർ, ഇസ്രയേലി ജൂതന്മാർ വസിച്ചിരുന്ന ഒരു സെറ്റിൽമെൻറ്റിൻ്റെ പേരാണ് മൊറാഗ്. ആ പേരിലാണ് ഇപ്പോൾ ഈ കോറിഡോർ വന്നിരിക്കുന്നത്. അതായത് റഫ എന്ന തെക്കൻ തന്ത്രപ്രധാന മേഖലയെ പൂർണ്ണമായി ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ കോറിഡോർ വന്നിരിക്കുകയാണ്. അതായത് റഫയ്ക്കകത്ത് പെട്ടുപോകുന്ന, റഫ ആ ഒരു പ്രവിശ്യയിൽ കുടികൊള്ളുന്ന, സ്ഥിതി ചെയ്യുന്ന ഹമാസിൻ്റെ ആളുകളായിക്കൊള്ളട്ടെ, അല്ലാത്ത സാധാരണക്കാരായ പലസ്തീനിയൻസ് ആയിക്കൊള്ളട്ടെ, ആ ഗാസ നിവാസികൾക്ക് എലിപ്പത്തായത്തിൽ അകപ്പെട്ട എലിയുടെ അവസ്ഥയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ സമ്മർദ്ദതന്ത്രമാണ്. അപ്പോൾ അവർക്ക് പുറത്തോട്ട് പോകാനൊക്കില്ല, അകത്തേക്കും പോകാൻ ഒന്നും ചെയ്യാനൊക്കില്ല. അവർക്ക് കടലിലേക്ക് പോകാം. കടലിലേക്ക് പോയാൽ അവിടെ ഇസ്രായേലി ഗൺ ബോട്ട്സാണ് ചുറ്റുപാട്, മെഡിറ്ററേനിയൻ കടലിൽ. തെക്കാണെങ്കിൽ ഈജിപ്റ്റ് അതിർത്തിയാണ്. അവിടെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ സൈന്യവും ഒക്കെയാണ്. കോറിഡോറിൽ നിൽക്കുകയാണ്, ഫിലാഡൽഫി കോറിഡോറിലാണ്. അതിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്താണ് ഈ പറയുന്ന പുതിയ കോറിഡോർ, മൊറാഗ് കോറിഡോർ. കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ ഭൂമി തന്നെയാണ്. അപ്പോൾ അത്രയും പേരെ, ലക്ഷക്കണക്കിന് ആളുകൾ ആ ഭാഗത്ത് പെട്ടുപോയി. അതുമാത്രമല്ല അതിൻ്റെ വടക്ക്, അപ്പം ഖാൻ യൂനിസ് എന്ന പ്രവിശ്യ, അതിന് തൊട്ട് വടക്കാണല്ലോ ഖാൻ യൂനിസ് എന്ന പ്രവിശ്യ കടന്ന് ചുരുടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നെറ്റ്സാരിം കോറിഡോറാണ്. അപ്പം 3 കോറിഡോറുകൾ കുറുകെ, അതായത് നെടുകെ കിടക്കുന്ന ഗാസയുടെ ഭൂമിയെ കുറുകെ മുറിക്കുന്ന 3 കോറിഡോറുകൾ. ഏറ്റവും തെക്കോട്ട ഫിലാഡൽഫി കോറിഡോർ, അതിന് തൊട്ട് വടക്കുള്ള ഈ പറയുന്ന ഇപ്പോഴത്തെ മൊറാഗ് കോറിഡോർ, വടക്ക് ഭാഗത്തെ മേഖലകളെ വേർതിരിക്കുന്ന നേരത്തെ തന്നെയുള്ള നെറ്റ്സാരിം കോറിഡോർ. ഈ 3 കോറിഡോറുകളിലൂടെ പരമാവധി സമ്മർദ്ദം ഗാസ ജനങ്ങൾക്ക് മേൽ, പ്രത്യേകിച്ച് അവരുടെ നിയന്ത്രണം ഇപ്പോഴും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഹമാസിൻ്റെ മേൽ ഇസ്രായേൽ വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇസ്രായേലിൻ്റെ ബഫർ സോൺ പോളിസി. ബഫർ മേഖലകൾ നമുക്കറിയാം, യുദ്ധമില്ലാ മേഖലയാണ്. അത്തരത്തെ മേഖലകളെ നമ്മൾ പറയുന്നത് നോ മാൻസ് ലാൻഡ്. അതിനെ വേണമെങ്കിൽ ബഫർ ഏരിയ, ഒരു കുഷ്യനാണ്. സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ 1/2 കിലോമീറ്റർ, ചിലപ്പോൾ ഏതാനും മീറ്ററുകൾ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ വരെയൊക്കെ ആകാം ബഫർ സോൺ. ഗാസയ്ക്ക് ചുറ്റും, കിഴക്കൻ ഗാസയ്ക്ക് ചുറ്റും ഉള്ള ബഫർ സോൺ ഇസ്രായേൽ വിപുലീകരിച്ച് 3 കിലോമീറ്റർ വരെ വീതിയുള്ള ഒരു സോണാക്കി മാറ്റിയിരിക്കുന്നു. അവിടെയൊക്കെയുള്ള പലസ്തീനിയൻ ഗസൻ സെറ്റിൽമെൻറ്റ് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ മിലിറ്ററി സോണായി മാറിയിരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഗസയുടെ ചുറ്റും എൻസർക്കിൾ ചെയ്യത്തക്ക രീതിയിൽ ഇസ്രായേലിൻ്റെ സൈനിക സാന്നിധ്യം, അതോടൊപ്പം തന്നെ കുറുകെ 3 കോറിഡോറുകളിൽ ഹെവി സൈനിക സാന്നിധ്യം. അങ്ങനെ വെടിനിർത്തൽ അവസാനിപ്പിച്ചു കഴിഞ്ഞ്, കാരണം 1 മാസത്തേക്ക് നിലനിന്ന വെടിനിർത്തൽ, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നടന്നു. കുറേ ബന്ദികളുടെ മോചനം നടന്നു, കുറേ പാലസ്തീനിയൻ തടവുകാരെ വിട്ടയച്ചു. എന്നാൽ ഇതെന്ന് പറയുന്നത് ഒരു എൻഡ് ഗെയിം പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. കാരണം മറ്റൊരു രീതിയിലും ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കാനാവില്ല എങ്കിൽ പലസ്തീനിയൻ ജനത തന്നെ, ഗാസയുടെ ജനത തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹമാസിലൂടെ ഞങ്ങൾക്ക് മോചനം നടക്കില്ല എന്ന് സ്വയം വിശ്വാസവും പൂർണ്ണമായ ഒരുപക്ഷെ ആ ജനതയുടെയും ആ പ്രദേശത്തിൻ്റെയും ഒരു നിരായുധീകരണവും എല്ലാം ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ഇട്ടിരിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ട്രംപിൻ്റെ പദ്ധതി റിവിയറ ആക്കുക എന്ന് ഒരു വശത്ത് നിൽക്കുന്നു. സമാധാന പദ്ധതി, ഈജിപ്തിൻ്റെ സമാധാന പദ്ധതി, ഗാസയുടെ പുനഃസൃഷ്ടിക്കുള്ള സമാധാന പദ്ധതി, ഇതെല്ലാം പേപ്പറിൽ ഒതുങ്ങുന്നു. പക്ഷേ ഇസ്രായേൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു 63,000-ഓളം പേര് ഔപചാരികമായി മരിച്ചു കഴിഞ്ഞു. 50,000-ൽ പരം പേര് മരിച്ചു കഴിഞ്ഞു. ബാക്കി ഒരു 10-13,000 പേരെ പെർമനൻ്റായി കാണാനില്ല, അവരും മരിച്ചിരിക്കാനാണ് സാധ്യത. ബാക്കി 1,20,000-ഓളം പേര് അംഗഭംഗം വന്ന് ഗുരുതരാവസ്ഥയിലാണ്. അപ്പം ഗസയിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ തീർത്തും ഇല്ലാതായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിക്കെതിരെ ആക്രമണമുണ്ടായി. വടക്കൻ ഗസയിലാണ് ഒരു ആശുപത്രിക്ക് നേരെ ആക്രമണമുണ്ടായി. അവിടെ മരിച്ചതിലേറെയും നിസ്സഹായരായ രോഗികളും കുഞ്ഞുങ്ങളും ഒക്കെ തന്നെയാണ്. 6 പേര് അവിടെ മരിച്ചു. കാരണം ഇവാക്യുവേഷൻ ഓർഡർ, ഈ ആക്രമണം നടത്തും എന്ന അനൗൺസ്മെൻറ്റ് വന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവാക്യുവേഷനുള്ള സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ അവിടെ ആക്രമണം സംഭവിച്ചു. അതുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന എല്ലാ ബിൽഡിങ്ങും, സ്കൂളാകട്ടെ, പള്ളികളാകട്ടെ, ആശുപത്രികളാകട്ടെ, മറ്റ് സ്ഥാപനങ്ങളാകട്ടെ, വ്യാപാര സമുച്ചയങ്ങളാകട്ടെ, പാർപ്പിട സമുച്ചയങ്ങളാകട്ടെ, എല്ലാം തന്നെ
കംപ്ലീറ്റ്ലി നിരമ്പരിശാക്കിക്കൊണ്ട് ഒരു സ്കോർച്ച് എർത്ത് പോളിസി, ആ ഭൂമി ഭാവിയിൽ ഒന്നിനും പ്രയോജനപ്പെടാനാവാത്ത രീതിയിൽ ഒരുപക്ഷെ സമാധാനം വന്നാൽ പോലും ആർക്കും അത് ഒരു ഇക്കണോമിക് പർപ്പസിന് വേണ്ടിയോ ഒരു റെസിസ്റ്റൻസിന് വേണ്ടിയോ ഉപയോഗിക്കാനാവാത്ത രീതിയിലേക്ക് ഭൂമിയുടെ ഘടന തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഉള്ള ഇസ്രായേലിൻ്റെ ഒരു നീക്കം തീർച്ചയായിട്ടും മനുഷ്യാവകാശ ലംഘനമാണ്. അതിനെയൊന്നും ആരും സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇസ്രായേലിന് വേണ്ടത് ഗ്യാരൻറ്റീസാണ്. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഗാസയുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതാണ്. അതിന് വലിയ രസം എന്താണ്, കിഴക്കുള്ള ആ ഒരു വെസ്റ്റ് ബാങ്ക് ഉണ്ടല്ലോ, വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതോറിറ്റി ഓരോ പ്രാവശ്യവും ഈ അപലപിക്കുന്നുണ്ട്, ഇസ്രായേലിൻ്റെ കടന്നുകയറ്റങ്ങളെ അപലപിക്കുന്നുണ്ട്, സെറ്റിൽമെൻറ്റ് പോളിസിയെ അപലപിക്കുന്നുണ്ട്, അതുപോലെ ബഫർ സോൺ പോളിസിയെ അപലപിക്കുന്നുണ്ട്, ഈ പറയുന്ന കോറിഡോർ പദ്ധതിയെ അപലപിക്കുന്നുണ്ട്. അതേസമയം ഗാസയുടെ നിയന്ത്രണം ഹമാസ് ഒഴിയണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് പകരം എന്താണ്, ഒരു വയബിൾ പോളിസിയുമായിട്ട് വരാൻ അവർക്കും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഈ കോറിഡോർ എന്ന പദ്ധതി, അതായിരുന്നു ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കോറിഡോർ എന്ന പദ്ധതി പൂർണ്ണമായി വിജയിക്കുകയാണെങ്കിൽ, സമ്മർദ്ദപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ നിയന്ത്രിക്കാവുന്ന രീതിയിലേക്ക് ആ പ്രദേശം മാറുകയാണ്. പക്ഷേ സമാധാനം ഉണ്ടാകണമെങ്കിൽ നിയന്ത്രണാവകാശമുള്ളതുകൊണ്ട് മാത്രം, ഇപ്പോഴും നിയന്ത്രണാവകാശമുണ്ടല്ലോ, പ്രധാനമായി ആ ഭൂമിയുടെ മിക്ക ഭാഗവും നിയന്ത്രിക്കുന്ന ഇസ്രായേൽ തന്നെയാണ്. അതുകൊണ്ട് 2006 ഇസ്രായേൽ വിട്ടുപോയ ഭൂമിയാണ്. ആ നിയന്ത്രണം അതുവരെ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടത്തി, ഹമാസ് അവിടെ അധികാരത്തിൽ വന്നു, വെസ്റ്റ് ബാങ്കിൽ ഫത്ത പാർട്ടി അധികാരത്തിൽ വന്നു. അതിനുശേഷം പിന്നീട് ഗാസയിൽ തിരഞ്ഞെടുപ്പൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും ടെക്നിക്കലി ഹമാസിൻ്റെ റൂളാണ്. അപ്പോൾ ഹമാസ് വിമുക്ത പോസ്റ്റ് വാർ ഗാസ എന്ന ഒരു പദ്ധതി മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങൾ കോൺഫിഡൻസ് എടുക്കപ്പെടണം, കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് വേണം. ഈ കോറിഡോറുകളിലൂടെ സമ്മർദ്ദപ്പെടുത്തുന്നത് ഹമാസിനെ മാത്രമല്ല എന്നോർക്കണം, സാധാരണ ഗാസ ജനതയ്ക്ക് വലിയ സമ്മർദ്ദമാണ് ഇങ്ങനെയുള്ള കോറിഡോറുകൾ കൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പദ്ധതി എത്രത്തോളം ഇസ്രായേൽ ഒരുപക്ഷെ വിജയിച്ചു വരാൻ വേണ്ടി എന്ത് മാർഗ്ഗം ഉപയോഗിക്കാം, പക്ഷേ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് മാത്രം പോരാ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കുന്നു. നമസ്കാരം.